ജീവിതത്തിലെ രോഗങ്ങൾ, സഹനങ്ങൾ, വേദനകൾ ചിലപ്പോഴൊക്കെ നമ്മൾ ശാപമായിട്ട് കാണുന്നവരുണ്ട്. ഇത് ശാപമല്ല, ദൈവത്തിൻ്റെ വലിയ ഇടപെടാനുള്ള വഴികളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. ഈ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. രോഗികളായവരെ, വേദന അനുഭവിക്കുന്നവരെ, ആരുമില്ലാത്തവരെയൊക്കെ ചിലപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ശാപം പേറുന്നവരായിട്ട് മനസ്സിലാക്കുന്നൊരു രീതി പഴയ നിയമ കാലഘട്ടത്തിലുള്ള വളരെ പ്രകടമായിരുന്നു. ഒരു രോഗി എന്ന് വെച്ചാൽ, ഒരു വേദന അനുഭവിക്കുന്നവനെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ശാപമുള്ള ഒരു ജീവിതമാണെന്നാണ് കണക്കാക്കിയിരുന്നത്. നോക്കിയേ, ഇന്ന് വചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശോ മനസ്സിലാക്കി തരുന്നുണ്ട്. സഹനങ്ങളും വേദനകളൊക്കെ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ നടക്കാനുള്ള കാരണമാകുന്ന അവസ്ഥയാണെന്ന് ഈശോ മനസ്സിലാക്കി തരികയാണ്. ഇവൻ ജന്മന അന്ധനായത് ഇവൻ്റെ കുഴപ്പമാണോ, മാതാപിതാക്കളുടെ കുഴപ്പമാണെന്നുള്ള യഹൂദരുടെ ചില ചോദ്യങ്ങളുണ്ട്. അതിനുള്ള ഉത്തരം ഈശോ നൽകുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ വലിയ കൃപയുടെ മേഖല കാണാനുള്ള വലിയ അവസ്ഥയാണെന്ന് ഇന്ന് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നോക്കി, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സഹനങ്ങളുടെ, വേദനകളുടെ ഒക്കെ നിമിഷങ്ങളുണ്ടാകാം. ഇത് ദൈവത്തിൻ്റെ അത്ഭുതം നടക്കാനുള്ള വലിയ കാരണമാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വേദനകളെയും സഹനങ്ങളെയും നൊമ്പരങ്ങളെയും ഒക്കെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. നോക്കി സ്നേഹമുള്ളവരെ, നമ്മുടെ കുറവുകളെയും വേദനകളെയും ഒക്കെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്കാം. കാരണം അതിലൂടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. അതിലൂടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തെ തൊടാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളൊക്കെ ദൈവത്തിനറിയാം. ദൈവം അങ്ങനെ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചതും. ആ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ദൈവ സാന്നിധ്യത്തെ സ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും, ദൈവം എൻ്റെ ജീവിതത്തെ സ്പർശിക്കുമെന്നുള്ള ബോധ്യത്തിൽ മുന്നേറാനായിട്ട് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.